കാവിൻമൂല സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള വയോജന വിശ്രമ കേന്ദ്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് മൊമന്റോ വിതരണവും അനുമോദനവും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തെ സ്നേഹിക്കുന്ന, അനിയനെ സ്നേഹിക്കുന്ന, അനിയത്തിയെ സ്നേഹിക്കുന്ന, മുത്തച്ഛനെ സ്നേഹിക്കുന്ന, മുത്തശ്ശിയെ സ്നേഹിക്കുന്ന നല്ല കുട്ടികളായി നിങ്ങൾ വളരണം. അതോടൊപ്പം ലഹരിക്ക് ഒരിക്കലും അടിമപ്പെടരുത്. നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളോട് പറയും ഒന്ന് രുചിച്ചു നോക്കാൻ, അല്ലെങ്കിൽ ഒന്ന് വലിച്ചു നോക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് ചെറുങ്ങനെ കുടിച്ചു നോക്കാൻ, ഒന്നുമില്ല, ഒരു ബീർ കുടിച്ചാൽ എന്താ വരാൻ പോകുന്നത്, ഒന്നും വരാനില്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾ അതിൽ തുടങ്ങും. മദ്യത്തിൽ നിന്നായിരിക്കും ആദ്യം തുടങ്ങുക. മദ്യം അടിച്ചാൽ നമുക്ക് മണക്കുകയും ചെയ്യും. ഇപ്പത്തെ ലഹരി വസ്തുക്കൾ നമ്മൾ വീട്ടിലെത്തിയാൽ ഉപയോഗിച്ച് വന്ന അച്ഛനും അമ്മക്കും അല്ല ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെയാണ് ഇപ്പത്തെ ലഹരി വസ്തുക്കൾ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടം അങ്ങനെ അത്രയും നന്നായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ, ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നന്നായി അറിയുന്നത് കൊണ്ടാണ് കേരളത്തിലെ ഏത് സ്കൂൾ എടുത്താലും എല്ലാ സ്കൂളുകളിലും ലഹരി മാഫിയ വട്ടമിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ പുറത്തുപോയി ജോലി എടുക്കുമ്പോൾ ഒക്കെ ഇത് പ്രധാന ഘടകമായിട്ട് എടുക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. പ്രസിഡന്റ് TU ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV സുരേശൻ, വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ, പങ്കജ പുരുഷോത്തമൻ, ഫെറ ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ട്രഷറർ KP ജിഷ്ണു, മറ്റ് ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസര ശുചീകരണവും നടത്തി. അസോസിയേഷൻ മെമ്പറും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CK അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. പ്രത്യാശാ ഭവനിൽ വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. ഒരു റെസിഡൻസ് അസോസിയേഷൻ എങ്ങനെയാവണം? കാരണം നമ്മുടെ നാട് പഴയതുപോലെയല്ല, കൂട്ടായ്മകൾ ഇല്ലാണ്ടാവുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എല്ലാവരും അവനവരിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ ജാതിയുടെയോ മതത്തിന്റെയോ യാതൊരു വ്യത്യാസമില്ലാതെ ഒരു പ്രദേശത്തെ ജനങ്ങളാകെ ഇതുപോലെ കൂടിച്ചേർന്ന് പരസ്പരം അറിയാനും പരസ്പരം ബഹുമാനിക്കാനും സാധിക്കുന്ന ഒരു അവസരമുണ്ടാവുക എന്ന് പറയുന്നത്